ഹായ് ഓൾ, വെൽക്കം ടു എൽസൂസ് കളക്ഷൻസ്. ഇന്ന് നമുക്കൊരു ചെറുപയർ തോരൻ ഉണ്ടാക്കിയാലോ. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത ചെറുപയറും അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുക്കറിലിട്ട് 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട് കേട്ടോ. 2 വിസിൽ ഓൾമോസ്റ്റ് അത് നന്നായിട്ട് നമ്മുടെ ആവശ്യത്തിന് വെന്ത് കിട്ടും കേട്ടോ. നോക്കാം നമുക്ക്. കണ്ടോ, ഇതുപോലെ ആക്കിയിട്ടിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിനേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. നെകക്ക മാത്രം വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 5-6 ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും ഇട്ട് കൊടുത്ത് വഴറ്റുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ പയറിനകത്ത് കുറച്ച് ഉപ്പിട്ടായിരുന്നു വേവിച്ചിരുന്നത്. കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് വഴറ്റാൻ നേരത്തും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിനെ ഒന്നും കൂടി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ചിരണ്ടി തേങ്ങ ഇട്ട് കൊടുത്ത് അതൊന്ന് ഒരു പച്ച ഒരു കുത്ത് മാറുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് പയറും നമ്മുടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് അത് വേവിക്കണം. നന്നായിട്ടത് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടത് ഒതുക്കി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒരു 1 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. അപ്പം ഇതെല്ലാം പയറിൽ പിടിക്കും. ഇപ്പം നമ്മളുടെ പയർ കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.